കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദ് ഉദിയാദ് അഹം താവദ്ദേവപ്രഹിത വിവിധാർത്ഥ പ്രലപിത പൂരഃ ക്ലപ്തേ പാതേ വരത തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനൂതി നിഷേവാവിരചയൻ. രോഗം കൊണ്ടുള്ള ദുഃഖം കഠിനമായതിനാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലുള്ള ഭജനം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ എന്ന് ആചാര്യൻ സംശയം പ്രകടിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. അല്ലയോ ഗുരുവായൂരപ്പ, ഇങ്ങനെ വളരെയേറെ പറഞ്ഞിട്ടെന്ത് പ്രയോജനം? ഭക്താഭീഷ്ടപ്രദായനായ ഹേ ഉണ്ണിക്കണ്ണ, അങ്ങേക്കതിൽ കരുണ ഉണ്ടാകുന്നത് വരെ ആവലാതി പറയുന്നതെല്ലാം അവസാനിപ്പിച്ച് എൻ്റെ മുമ്പിൽ ധ്യാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന അങ്ങയെ അങ്ങയുടെ തൃച്ചേവടിയിൽ തൃപ്പാദങ്ങളിൽ നമിക്കുകയും നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടും കഴിയുന്ന പോലെ പൂജാദികൾ ചെയ്തുകൊണ്ടും ദിവസം കഴിച്ചുകൊള്ളാം ഭഗവാനെ. ഈ ദശകത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ആർത്തത്രാണപരായണനായ ഭഗവാൻ ഗുരുവായൂരപ്പനോട് ഒരു ആർത്തൻ്റെ അല്ലെങ്കിൽ ഒരു ദുരിതം അനുഭവിക്കുന്നവൻ്റെ പ്രലപനം, സങ്കടം എന്ന നിലയിലുള്ള പരിവേദനമാണ് കാണുന്നത്. എങ്കിലും രോഗം കൊണ്ടുള്ള ദുഃഖം കൂടുതലായതിനാൽ ഭജനം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരുമെന്ന് ആചാര്യൻ പേടിച്ചു. എങ്കിലും ഒടുവിൽ ഭജനം തുടരാനും ഭഗവാനെ സ്തുതിക്കാനും തന്നെ തീരുമാനിക്കുന്നു. എന്തെന്നാൽ ഭവമോചനത്തിന്, ദുഃഖ നിവാരണത്തിന് ഭഗവത് ഭക്തിയും ഭക്തിയോടെയുള്ള ഈശ്വര ധ്യാനവുമാണ് പോംവഴിയെന്ന് ഭാഗവതം അറിയിക്കുന്നുണ്ട്. അതിനുള്ള ധാരാളം ഉദാഹരണങ്ങളും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഒക്കെ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒത്തിരി പരീക്ഷിക്കും ഭഗവാൻ, ഒത്തിരി സങ്കടമൊക്കെ തരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് തരുമ്പോൾ ഭഗവാൻ അറിയാം നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ്. ഭഗവാൻ അറിയാം ഇന്ന ആൾക്കാണ് തരുന്നത്. അപ്പോൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഭഗവാന്റെ ഒരു ദൃഷ്ടി എപ്പോഴും നമ്മളിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മളെ വളർത്തുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ദുഷ്ടനല്ല എന്നുകൂടെ അതിലൂടെ കരുതാൻ മേലെ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്തേ. ഓം നമോ നാരായണായ.